question, a continuous random variable x has a probability density function f of x equal to 3x square 0 less than or equal to x less than or equal to 1. Find a and b such that രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ കണ്ടുപിടിക്കണം, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ ഈക്വൾ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, രണ്ടാമത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൾ ടു 0.5 ആണെങ്കിൽ ആക്ച്വലി ഇവിടെ ബി കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ, കോൺസ്റ്റൻ്റ് ഒന്നുമില്ല കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് വേഗം പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുവായിരുന്നു ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ഞാൻ ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² ആണ്. 0 ലെസ് ദാൻ നോർ ഈക്വൾ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1. ഒന്നാമത്തെ കണ്ടീഷൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എയും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എയും ആണെങ്കിൽ ആക്ച്വലി ഇവിടെ എ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻ്റഗ്രൽ ഏറ്റവും വലിയ ആൾ എന്ന് പറയുന്നത് എ ആയിരിക്കും. എ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. താഴെ ലോവർ ലിമിറ്റ് ഇല്ല, എക്സ് എവിടം വരെ ഉണ്ടെന്നുള്ളതില്ല. സാധാരണ നമുക്ക് എക്സ് എവിടം വരെയാണ് ഉള്ളത്? ഇനി ഏറ്റവും എന്ന് പറയുന്നത് -∞, അങ്ങ് ഏറ്റവും എന്ന് പറയുന്നത് +∞ ആയിരിക്കും അല്ലേ? അപ്പം എ വരെ മതി. അപ്പോൾ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം? -∞ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ -∞ തൊട്ട് വേണ്ട, ഞാൻ ഇതിൻ്റെ ഇക്വേഷനാണ് എഴുതിയത്. ഇൻ്റഗ്രൽ എവിടെ തൊട്ട് മതി? ഭാഗ്യവശാൽ 0 തൊട്ട് മതി. 0 തൊട്ട് എ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇറ്റ്സ് ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 ടു എ 0 ടു 1 വരെ 3x² ആണ്. അപ്പോൾ 0 ടു എ വരെ എന്ത് തന്നെ ആയിരിക്കും? 3x² ആയിരിക്കും. എ 1-നകത്തുള്ള ഏതോ നമ്പർ ആയിരിക്കും ഡി എക്സ്. അല്ലാത്ത കേസിൽ 0 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇറ്റ്സ് ഈക്വൾ ടു 3 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ഇൻ്റഗ്രൽ 0 ടു എ x² ഡി എക്സ് ഇറ്റ്സ് ഈക്വൾ ടു 3 x² ഇൻ്റഗ്രേഷൻ x³ 3 അപ് ടു ദ ലിമിറ്റ് 0 ടു എ. 3 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പർ ലിമിറ്റ് എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a³ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0³ എന്ന് പറഞ്ഞാൽ 0, ദാറ്റ് ഈസ് a³ എന്ന് കിട്ടി. ആദ്യത്തിൽ നമുക്ക് a³ എന്ന് കിട്ടി. ഇതും എന്തുവാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ആണെന്ന്. അത് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് എ കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഏറ്റവും ചെറിയ ഇങ്ങേയറ്റത്തെ ആൾ, ഇങ്ങേയറ്റം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എ എന്നാണ്, എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആൾ വാ തുറന്നിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക. എക്സുകൾ എക്ക് മുകളിലോട്ടാണ്. അപ്പോൾ എ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? താഴെ ഏറ്റവും അറ്റത്തെ ആളെന്ന് പറയുന്നത് എ ആണ്. അത് എവിടം വരെ പോവാം? +∞ വരെ പോവാം. എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് വേണ്ട അവിടം വരെ. അപ്പർ ലിമിറ്റിൽ ആരായിരിക്കുന്നത്? 1 ആയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പർ ലിമിറ്റിൽ 1 ആയിരിക്കുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ഡി എക്സ് ആണ്. ഓക്കെ, 3 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ഇൻ്റഗ്രൽ a to 1 x² ഡി എക്സ് ദാറ്റ് ഈസ് 3 ഇൻറ്റു x³ 3 അപ് ടു ദ ലിമിറ്റ് a to 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 3 കട്ട് ചെയ്ത് കളയാലോ, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. എക്സിന് 1 കൊടുക്കുമ്പോൾ 1³ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം a³ എന്ന് പറഞ്ഞാൽ a³. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്തോ കിട്ടി? 1 - a³. ഞാനിവിടെ ടീച്ചർ ഇവിടെ തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ. എന്തോ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എയും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എയും ഈക്വൽ ആവുന്ന കേസ് എ കണ്ടുപിടിക്കാനാണ്. ഇത് കിട്ടിയത് a³ എന്നും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ കിട്ടിയത് 1 - a³ എന്നും. ഓക്കെ, ഈ a³ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാം. a³ -a³ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ +a³ ഈക്വൾ ടു 1. a³ +a³ ഒരു മിഠായി ഒരു 2 എണ്ണം അല്ലേ? a³ 2 ആണ്, 2 കൂടെ ആഡ് ചെയ്യുമ്പം 2a³ ഈക്വൾ ടു 1. ദാറ്റ് ഈസ് a³ ഈക്വൾ ടു 1/2. 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് a ഈക്വൾ ടു എന്താണ്? എയുടെ ക്യൂബാണ് 1/2. അപ്പോൾ ഞാൻ 2 സ്ഥലം ക്യൂബ് റൂട്ട് എടുക്കുവാണ്. എ മാത്രമേ നമുക്ക് കിട്ടേണ്ട. അപ്പോൾ എന്തോ കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് 1/2. a³ ക്യൂബ് റൂട്ട് എടുക്കുമ്പോഴേ ആ ക്യൂബ് പോകത്തുള്ളൂ. അപ്പോൾ എ എന്തോ കിട്ടും? ഇപ്പുറത്തും ക്യൂബ് റൂട്ട് എടുക്കുക, ക്യൂബ് റൂട്ട് ഓഫ് 1/2. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയില്ല. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇങ്ങോട്ട് ചെയ്യാമേ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൾ ടു 0.05 ആണെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ വാ തുറന്നിരിക്കുന്ന ഇങ്ങോട്ടാണെന്ന് നോക്കുക. ഏറ്റവും ചെറിയ ആളാരാ?
ചെറിയ ആളെ ബി. വാ തുറന്നിരിക്കുന്ന എക്സ് അങ്ങ് എവിടെ വരെ പോവാം? ഇൻഫിനിറ്റി വരെ പോവാം. എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് ഇൻഫിനിറ്റി വരെ പോകണ്ട. ഇൻ്റഗ്രൽ ബി അപ് ടു ദ ലിമിറ്റ് ബി ടു എവിടെ വരെ നമ്മുടെ എഫ് ഓഫ് എക്സ് ഉള്ളൂ? 1 വരെ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്തോ അവിടുത്തെ 3x². ടീച്ചർ ഒറ്റ ഒരു സ്റ്റെപ്പിൽ തന്നെ എഴുതിയേ. ബി ടു ഇൻഫിനിറ്റി വരെ പോകണ്ട. നമ്മുടെ കാര്യം ക്വസ്റ്റ്യൻ താ കിടപ്പുണ്ട്. എവിടം വരെ മതി? നമുക്ക് 1 വരെ മതി. അവിടുത്തെ എഫ് ഓഫ് എക്സ് 3x². ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചു. 3 വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ ബി ടു 1 x² dx which is equal to 3 x² ഇൻ്റഗ്രേഷൻ അഗെയിൻ x³ 3 അപ് ടു ദ ലിമിറ്റ് ബി ടു 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം ബി ഒന്നും മാറ്റി എഴുതരുത് കേട്ടോ. അവിടേക്കാണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത്. 3യും 3യും കട്ട് ചെയ്ത് കളയാലോ. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കും 1³ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കും b³ എന്ന് പറഞ്ഞാൽ b³. 1 മൈനസ് b³. ദറ്റ് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു 0.05 ആണ്. അപ്പോൾ അതായത് എന്തോ കിട്ടി നമുക്ക് 1 മൈനസ് b³ എന്ന് കിട്ടി ഈക്വൽ ടു 0.05. മൈനസ് b³ ഈക്വൽ ടു 0.05 പ്ലസ് 1 അപ്പുറം പോകുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ ഇത് രണ്ടും കൂടെ 0.05 മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് -0.95 എന്ന് കിട്ടും. അപ്പം ഈ മൈനസും കട്ട് ചെയ്ത് കളയാലോ. ദാറ്റ് ഈസ് b³ ഈക്വൽ ടു 0.95. അപ്പം b³ നിന്ന് ഈ ക്യൂബ് മാറണമെങ്കിൽ √3 എടുക്കണം അല്ലേ. ദാറ്റ് ഈസ് b ഈക്വൽ ടു എന്ത് കിട്ടും? √0.95. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഓഫ് എക്സ് ഹാസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സാധാരണ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും PMF ആയിരുന്നു തന്നിരുന്നത് ഇല്ലേ. ഇവിടെ CDF അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും പഠിച്ചിട്ടുണ്ട്. CDF 0 x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ k ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 4 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ 1x ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫൈൻഡ് കോൺസ്റ്റൻറ്റ് k ആൻഡ് PDF എഫ് ഓഫ് എക്സ്. കോൺസ്റ്റൻറ്റ് കെയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ PMFും കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് PMF തന്നിരുന്നാൽ CDF കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തു അല്ലേ. PMFനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു, നമുക്ക് CDF കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി CDF തന്നിട്ട് PDF കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്തോ ചെയ്യണം? എഫ് ഓഫ് എക്സ് തന്നിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിട്ട് സ്മാൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ തിരിച്ച് ചെയ്താൽ മതി, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതവിടെ പറഞ്ഞിരിക്കുന്നത്. സ്മാൾ എഫ് ഓഫ് എക്സ് എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിരുന്നാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു എന്താണോ അവിടെ വേരിയബിൾ അതിൽ ചെയ്താൽ മതി. ഓക്കെ, അവിടെ നമുക്ക് ഓരോന്ന് ചെയ്യാം. d/dx ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് സ്മാൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ PMF നമുക്ക് കിട്ടും. CDF തന്നിരുന്നാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ. അപ്പം 0യുടെ ഡിഫറൻസിയേഷൻ 0. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ടുള്ള 0ൻ്റെ ഡിഫറൻസിയേഷൻ എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. ഇനി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അതിന് കറസ്പോണ്ടിങ് CDFൻ്റെ കറസ്പോണ്ടിങ് PMF ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡിഫറൻസിയേഷനാണ് വരുന്നത്. അപ്പോൾ k കോൺസ്റ്റൻറ്റ് എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 4ൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ n(x റൈസ് ടു n മൈനസ് 1) പോലെ എക്സ് മൈനസ് എക്സിൻ്റെ പൊസിഷനിൽ എക്സും എക്സ് മൈനസ് 1 എൻ്റെ പൊസിഷനിൽ 4 ആണെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? 4x മൈനസ് 1 ഹോൾ റൈസ് ടു 4 മൈനസ് 1 അല്ലേ. ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യാം. എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 4ൻ്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും? 4 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു കഴിഞ്ഞില്ല. ഇവിടെ ഒരു കുഞ്ഞ് ചെയിൻ റൂൾ വരും. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇൻറ്റു ചെയ്തിട്ട്. എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ 1 മൈനസ് 0യുടെ ഡിഫറൻഷിയേഷൻ 0. അപ്പം 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ദിസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് വരാഞ്ഞത് കേട്ടോ. അപ്പം 4k ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ്. ഇനി 1ൻ്റെ ഡിഫറൻസിയേഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് CDF 1 ആകുമ്പം അതിന് കറസ്പോണ്ടിങ് PMF എന്ന് പറയുന്നത് ആ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 വരും. അപ്പോൾ ഇവിടത്തെ കിടക്കുന്ന പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഓരോ ടേമിനെയും CDF ആണ് ഓരോ കേസിലും പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കേസിൽ 3 കേസിലെയും PMF കിട്ടും. അപ്പം PMF ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി CDF കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? എന്തുവാ? PMF ആദ്യം കണ്ടുപിടിച്ചു. ഇനി കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് പ്രോപ്പർട്ടി? സിൻസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് dx ഈക്വൽ ടു 1 ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ വേണ്ട. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തുവാണ്?
എഫ് ഓഫ് എക്സ് എന്തുവാ? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. തിരിഞ്ഞു പോകരുത്. ഇത് സി ഡി എഫ്, അത് കഴിഞ്ഞു. സി ഡി എഫിൽ നമ്മൾ പി എം എഫ് കണ്ടുപിടിച്ചാൽ പിന്നെ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ സി ഡി എഫ് ആവശ്യമില്ല. എന്തിൽ ചെയ്യുക? പി എം എഫിൽ ചെയ്യാം. ഓക്കെ, 1ന് താഴെ പി എം എഫ് 0 ആണ്, 3ക്ക് മുകളിൽ പി എം എഫ് 0 ആണ്. അപ്പോൾ 1 മുതൽ 3 വരെ പി എം എഫിന് ജസ്റ്റ് വാല്യൂ ഉള്ളൂ, അത് കൊടുക്കുക. അപ്പോൾ 1 to -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ വേണ്ട, 1 to 3 വരെ വാല്യൂ 4k × x-1 the whole cube dx equal to 1 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഇങ്ങോട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? അവിടെ കിടന്ന് എന്തുവായിരുന്നടേ? എന്തുവായിരുന്നു കിടന്നത്? ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി വയ്ക്കാം. ഇൻ്റഗ്രൽ 1 to 3 4k × x-1 ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് കോൺസ്റ്റൻറ്റ് കിട്ടുന്നത്. ദാറ്റ് ഇംപ്ലൈസ് 4k അവിടെ കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ 1 to 3 x-1 the whole cube dx ഈക്വൽ ടു 1. എഗെയിൻ 4k അവിടെ കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ x⁻n ഇൻ്റഗ്രേഷൻ എന്തുവായിരുന്നടെ? x⁻n+1/n+1 അല്ലായിരുന്നു, ഡൗട്ടില്ലല്ലോ. അവിടെയും എക്സിൻ്റെ പോർഷൻ x-1 വന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രേഷൻ x-1 the whole raised to 3 + 1 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 3 + 1 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അപ് ടു ദ ലിമിറ്റ് 1 to 3 ഈക്വൽ ടു 1. ദാറ്റ് ഇംപ്ലൈസ് 4k × 4k എഴുതേണ്ട കാര്യമില്ല, നമുക്ക് വെട്ടിക്കളയാനുണ്ടെങ്കിൽ ആദ്യം അതങ്ങ് ചെയ്യാം. അത് വേണ്ട, 4ഉം വെട്ടിക്കളയാലോ. ഇനി എന്ത് മതി? k മതി. k × ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 3 - 1 the whole raised to 4. താഴെ 4 വെട്ടിക്കളഞ്ഞല്ലോ, മൈനസ്. എക്സിന് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 - 1 the whole raised to 4 ഈക്വൽ ടു 1. ദാറ്റ് ഇംപ്ലൈസ് k × 3 - 1 the whole raised to 4 എന്ന് പറഞ്ഞാൽ 2⁴. 2⁴ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 16 ആയിരിക്കും. 2⁴ എന്ന് പറഞ്ഞാൽ 4 × 4 16 -0 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 16k ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k ഈക്വൽ ടു 1/16. കോൺസ്റ്റൻറ്റും കിട്ടിയില്ലേ? ദാറ്റ് ഇംപ്ലൈസ് അവർ എഫ് ഓഫ് എക്സ് എന്തുവാ? സ്മാൾ എഫ് ഓഫ് എക്സ് എന്തുവാ? 1/4 × x-1 the whole cube 1 less than or equal to x less than or equal to 3 0 otherwise. 1/4 എങ്ങനെ വന്നു? കോൺസ്റ്റൻറ്റ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4k × x-1 the whole cube ആയിരുന്നു, പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ 1 less than or equal to x. അപ്പോൾ കേക്ക് നമ്മൾ 4 × കേക്ക് നമ്മൾ 1/16 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ 4 വരുന്നത് കേട്ടോ. x-1 the whole cube equal. Next, 7th question. Find the constant c for which the following is a valid probability density function of a continuous random variable. f of x എന്ന് പറയുന്നത് cx e⁻x 0 less than x less than infinity. ഒരുപാട് പ്രോബ്ലം ആയി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. ഞാൻ പറയുമ്പം നിങ്ങൾ കൂടെ എൻ്റെ കൂടെ എഴുതുക. കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ട പ്രോപ്പർട്ടി ഞാൻ ഒരുപാടായി. സി ഡി നമ്മുടെ കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ -∞ to ∞ f of x dx equal to 1. ഇനി നമുക്ക് ആ ലിമിറ്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെ വേണമെന്ന് നമ്മൾ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നതനുസരിച്ച് ചെക്ക് ചെയ്യാം. വേണ്ട, നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ മാത്രമേ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളൂ. അപ്പോൾ -∞ to ∞ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 0 to ∞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ cx e⁻x dx ആണ് ഈക്വൽ ടു 1. ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിൽ ഓരോ കാരണങ്ങൾ കാണും. ഓക്കെ, അതാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ചോദിക്കാം. ഞാനിത് ഇങ്ങോട്ട് ചെയ്തു വരാം. ഇവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ 0 to ∞ x e⁻x dx ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്താലേ കോൺസ്റ്റൻറ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നത്. ഇവിടെ ഒരു പോളിനോമിയൽ ഇൻറ്റു 2 ഫങ്ഷൻസ് പ്രോഡക്റ്റായിട്ട് വന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. എളുപ്പവഴിയുണ്ട്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യാം. അത് അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഒരു എളുപ്പവഴിയുണ്ട്. ബെർണോളി എക്സ്പാൻഷൻ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് എപ്പോഴും തെറ്റ് വരുന്നതാണ്. ഒറ്റവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എടുത്തെഴുതുക. സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ e⁻x ഇൻ്റഗ്രേഷൻ e⁻x ഡിവൈഡഡ് ബൈ -1. e⁻ax ഇൻ്റഗ്രേഷൻ നമുക്കറിയാം എന്തുവാണ്? e⁻x ഡിവൈഡഡ് ബൈ a ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ e⁻x ഇൻ്റഗ്രേഷൻ e⁻x ബൈ -1. ഇവിടെ ഫ്രണ്ട് എക്സിൻ്റെ ഫ്രണ്ട് പ്ലസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ നോക്കേ വേണ്ട. ഇനി ഇവിടെ ഉള്ള ചെയിൻ പോലെയാണ് പോകുന്നത്.
ഇനി എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്തുവാണ് 1 ആണ്. ഇൻറ്റു ഇവിടെ കിടക്കുന്ന ആളുടെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇ റേസ്റ്റ് മൈനസ് എക്സ് ഇൻറ്റഗ്രൽ ഇ റേസ്റ്റ് മൈനസ് എക്സ് ബൈ -1. ഇ റേസ്റ്റ് മൈനസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഒരു -1 വരും. അവിടെ കൂടെ ഒരു -1 കിടപ്പുണ്ട്. ആ മൈനസും പ്ലസ് ആണ്. അപ്പോൾ എന്ത് വരും? ഇ റേസ്റ്റ് മൈനസ് എക്സ് മാത്രമേ വരത്തുള്ളൂ. ഇനി ഇത് തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ പ്ലസ് അല്ലേ കൊടുത്ത്, ഇനി മൈനസ് അല്ലേ കൊടുത്ത്, ഇനി പ്ലസ് കൊടുക്കും. ഇനി ഇതിനെ നോക്കണ്ട, ഇനി ഇത് രണ്ടും നോക്കിയാൽ മതി. ഇവിടെ കിടക്കുന്ന ആളുടെ ഡിഫറൻസിയേഷൻ പിന്നെ 1ൻ്റെ ഡിഫറൻസിയേഷൻ എന്തുവാണ്? 0. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ തൊട്ട് മുന്നേ കിടക്കുന്ന ആളുടെ ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ, ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും കൊടുത്ത് അങ്ങ് പോയാൽ മതി 0 വരെ. ഇതാണ് ഇൻറ്റഗ്രേഷൻ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ് ടു ദ ലിമിറ്റ് 0 to ∞ = 1. ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതിയിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ മൈനസ്, ഇനി ഇതിൻ്റെ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ, ഇനി പ്ലസ് 1ൻ്റെ ഡിഫറൻസിയേഷൻ 0, അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല 1. ഇനി കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ആദ്യം എക്സിന് ഫുള്ള് ഇൻഫിനിറ്റി കൊടുക്കുക. എക്സിന് ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പം ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു ഇൻഫിനിറ്റി ബൈ -1. ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ ഇ റേസ് ടു ഇൻഫിനിറ്റി നമുക്ക് 0 ആണെന്ന് അറിയാം. ഓക്കെ, ഇ റേസ് ടു ഇൻഫിനിറ്റി 0 ആണെന്നപ്പോൾ ആദ്യം 0 വരും. മൈനസ് എഗെയിൻ ഇവിടെ 1 ഇൻറ്റു ഇ റേസ് ടു -∞ അതും 0 ആയിപ്പോവും. അപ്പർ ലിമിറ്റ് ഫുള്ള് 0 ആയിപ്പോയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം എക്സിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സംതിങ് 0 ആയിപ്പോവും. മൈനസ് എക്സിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു -0 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇ റേസ് ടു 0, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതെന്ത് പോകും? 1 ആവും. ദാറ്റ് ഇംപ്ലൈസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 0 - 0 എന്ന് പറഞ്ഞാൽ 0, മൈനസ് 0 - 1 എന്ന് പറഞ്ഞാൽ -1, തെറ്റരുത്. മൈനസ് ആ മൈനസ് ഈ മൈനസ് ചേർന്ന് +1 = 1. അപ്പം 0 + 1 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ സി = എന്തോ കിട്ടും? 1 കിട്ടും. എളുപ്പമാണ് ചെയ്യാനായിട്ട്. 8th question. A continuous random variable has cumulative distribution function capital F of x equal to 1 minus e raised to -x, x greater than or equal to 0 otherwise. Find p of 3 less than x less than 5 and p of x greater than 5 given x less than 7. ഓക്കെ, നമുക്ക് എന്താണ് CDF തന്നിട്ട് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പ്രോബബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം PMF വേണം അല്ലേ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം. അപ്പോൾ അതിന് നമുക്കൊരു റിസൾട്ട് അറിയാം, ഞാൻ അതും കൂടെ പറയാം കേട്ടോ. നമ്മുടെ റിസൾട്ട് എന്തുവാണ്? PMF അല്ലേ, നമ്മൾ PMFന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്തുവായിരുന്നു? സ്മാൾ f of x അല്ലേ, അല്ലെങ്കിൽ PDF. അപ്പം PMF എങ്ങനെയാണ് കിട്ടുന്നത്? CDF തന്നിരുന്നാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഏതാണോ വേരിയബിൾ അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? PMF കിട്ടും. ദാറ്റ് ഈസ് വി നോ ദാറ്റ് സ്മാൾ f of x എന്ന് പറഞ്ഞാൽ PMF ഈക്വൽ ടു d/dx ഓഫ് ക്യാപിറ്റൽ F of x, ദാറ്റ് ഈസ് d/dx ഓഫ് CDF. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ഇ റേസ് ടു -x ഡിഫറൻസിയേഷൻ, 1ൻ്റെ ഡിഫറൻസിയേഷൻ എന്തുവാണ്? 0 ആണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ d/dx ഓഫ് ആദ്യത്തെ എന്തുവാണ്? 1 മൈനസ് ഇ റേസ് ടു -6 അല്ലേ, അതാണ് ആദ്യം വരുന്നത് ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡിഫറൻസിയേഷൻ 1 കോൺസ്റ്റൻ്റ് ഇല്ല, അതിൻ്റെ ഡിഫറൻസിയേഷൻ 0, മൈനസ് ഫ്രണ്ടിലുണ്ട്. ഇ റേസ് ടു -6ൻ്റെ ഡിഫറൻസിയേഷൻ എന്തുവാണ്? മൈനസ് ഇ റേസ് ടു -6. ഇ റേസ് ടു AXൻ്റെ ഡിഫറൻസിയേഷൻ എന്തുവായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഡിഫറൻസിയേഷൻ എന്തുവാണ്? A e raised to AX ആണ്. സോ d/dx ഓഫ് ഇ റേസ് ടു -6ൻ്റെ എന്താണ്? മൈനസ് ഇ റേസ് ടു -6, ദാറ്റ് ഈസ് 0 മൈനസും പ്ലസ് ആണ് ഇ റേസ് ടു -6. അതാണ് ഇവിടെ ആദ്യത്തെ ടേം വന്നിരിക്കുന്നത്. എപ്പോഴാണ്? x ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം. പിന്നെ 0യുടെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ട കാര്യമില്ല, 0 തന്നെ ആയിരിക്കും അതർവൈസ്. അപ്പം നമുക്ക് എന്തോ കിട്ടി? PMF കിട്ടി. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യത്തത് P ഓഫ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? ഇൻ്റഗ്രൽ ഏതാണോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 3 to 5 f of x dx ആണ് ഇല്ലേ. അല്ലേ, നമ്മുടെ PMF എന്ന് പറയുന്നത് നമ്മുടെ PMF ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 0നെക്കാട്ടിയും കൂടുതൽ വരുന്നു പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ PMF ഇ റേസ് ടു -x ആണ്. അല്ലാത്ത കേസിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് -∞ ടു ഇൻഫിനിറ്റി വരെയാണ് ആക്ച്വലി PMF നമ്മുടെ ജനറലായിട്ട് പറയുന്നത്. അതിൽ 0 മുതൽ അങ്ങോട്ടുള്ള കേസിൽ മാത്രമാണ് ഇ റേസ് ടു -x PMF വന്നിരിക്കുന്നത്. ബാക്കിയുള്ള വേറെ എല്ലാ കേസുകളിലും 0 ആണ്. അപ്പോൾ 0 തൊട്ട് അങ്ങോട്ട് നമുക്ക് എന്തുവാണ് PMF ഇ റേസ് ടു -x എന്ന് കൊടുക്കുക. അപ്പം 3 മുതൽ 5 വരെ എന്ത് തന്നെ ആയിരിക്കും PMF?
ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 3 to 5 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഡൗട്ടില്ലല്ലോ. ദാറ്റ് ഈസ് നമുക്കറിയാം ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഡി എക്സ് എന്തുവാണ്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണോ അതാണ് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 അപ് ടു ദി ലിമിറ്റ് 3 to 5. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഡിവൈഡഡ് ബൈ മൈനസ് അല്ലേ, അപ്പോൾ ആ മൈനസ് ഞാൻ ഫ്രണ്ടിലോട്ട് എഴുതുന്നു. ഓക്കെ, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് അപ് ടു ദ ലിമിറ്റ് 3 to 5. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് എമിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം മൈനസ് ഇനി ഈ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോമൺ ആയിട്ട് വേണമെങ്കിൽ ഫ്രണ്ട് ഇട്ടേക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ഈ മൈനസ് ഞാൻ കോമൺ എടുത്ത് ഫ്രണ്ട് ഇട്ടു. ഇനി എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു -5 മൈനസ് ഇനി എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു -3. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത ആൻസർ എഴുതുക. ഇതായിരിക്കും ആദ്യത്തേൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ക്വസ്റ്റ്യൻ പി ഓഫ്, ഞാൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ എഴുതാം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഗിവൺ എക്സ് ലെസ് ദാൻ 7 ആയിരുന്നു അല്ലേ? പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ള. നമുക്കൊരു റിസൾട്ട് അറിയാം. എന്താണ് നമ്മുടെ റിസൾട്ട്? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അറിയാവുന്ന റിസൾട്ട് അല്ലേ? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഒരുപാട് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? പി ഓഫ് എയുടെ പൊസിഷനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 5 ഗിവൺ ബിയുടെ പൊസിഷനിൽ എക്സ് ലെസ് ദാൻ 7. അങ്ങനെയല്ലേ? അപ്പോൾ എങ്ങനെ വരും? പി ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 7 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ പൊസിഷനിൽ കിടക്കുന്ന ആരാ? എക്സ് ലെസ് ദാൻ 7. നോക്കിയാൽ മതി. എ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 5 ആണ്. ഓക്കെ, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇൻ്റർസെക്ഷൻ പി ഓഫ് എക്സ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്പർ ലൈൻ വരച്ചല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം മുകളിൽ എന്തൊക്കെ നമ്പറുകളുണ്ടോ അതെല്ലാം നമ്മൾ നമ്പർ ലൈനിൽ നോട്ട് ചെയ്യുമായിരുന്നില്ലേ? ആദ്യം 5 ഇവിടെ നോട്ട് ചെയ്യാം, 7 ഇവിടെ നോട്ട് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ ആർക്ക് നേരെയാണ് വാ തുറന്നിരിക്കുന്നതെന്ന് നോക്കണം. 5-നെക്കാട്ടിയും വലിയ എക്സുകളാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി എക്സ് ലെസ് ദാൻ 7 7ആണ് വലുത്, 7-നെക്കാട്ടിയും കുറഞ്ഞ എക്സുകളാണ്. അപ്പം എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോകും. ഓക്കെ, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ്? ഇതായിരിക്കുമല്ലേ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ. അപ്പോൾ ഈ പോർഷൻ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? എക്സ് ആരെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്? 5-നും 7-നും ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കണ്ട. ഈ റീജിയൻ 5-നും 7-നും ഇടയ്ക്കല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ അങ്ങോട്ട് മാറും? എങ്ങനെ ആയിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ലെസ് ദാൻ 7 എന്ന് വരും. ഓക്കെ, പി ഓഫ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 അല്ലേ ന്യൂമറേറ്ററിൽ വന്നത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻ്റഗ്രൽ 5 to 7 എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 to 7 നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തുവാണ്? 0ക്ക് അങ്ങോട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തുവാ? 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, ഡി എക്സ്. നമ്മുടെ പി എം എഫ് എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 5 to 7. നമുക്ക് നേരത്തെ പോലെ മൈനസ് കോമൺ എടുക്കാം. ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു എക്സിന് 7 കൊടുക്കുക, മൈനസ് ഇ റേസ് ടു എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -5. ഓക്കെ, മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പം മൈനസ് ഇ റേസ് ടു -7 മൈനസും പ്ലസ് ആണ് ഇ റേസ് ടു -5. ശരിയല്ലേ? ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇനി ഡിനോമിനേറ്ററിലുള്ളത് പി ഓഫ് എക്സ് ലെസ് ദാൻ 7 ആയിരുന്നു. അതായിരുന്നു ഡിനോമിനേറ്ററിലുള്ളത്. അപ്പം ഏറ്റവും വലിയ ആളായിരുന്നു ഇൻ്റഗ്രൽ. ഏറ്റവും വലിയ ആളാരാണ്? വാ തുറന്നിരിക്കുന്ന ആരെ നോക്കുക. ഏറ്റവും വലിയ ആൾ 7 ആണ്. അപ്പം നമുക്കത് കൺഫേം ചെയ്യാം. ഇനി പിന്നെ നമ്മുടെ പി എം എഫിൻ്റെ കേസിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമ്മുടെ പി എം എഫ് ഇതല്ലേ ഇരുന്ന പി എം എഫിൻ്റെ കേസ് നമുക്ക് വാല്യൂ എവിടെ തൊട്ടേ ഉള്ളൂ? 0 തൊട്ടുള്ള എക്സുകൾക്കേ വാല്യൂ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള കേസിലെല്ലാം എന്തുവാണ്? 0 ആയി പോകും. അപ്പോൾ 0 തൊട്ടേ നമുക്ക് വാല്യൂ ഉള്ളൂ. അപ്പോൾ ലോവർ ലിമിറ്റ് ആരായിരിക്കും? 0 തൊട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് 0 ആണ്. അപ്പോൾ നമുക്ക് എവിടെ തൊട്ട് കൊടുത്താൽ മതി? 0 തൊട്ട് മതി. ആക്ച്വലി ഇവിടെ -∞ തൊട്ടാണ് വേണ്ടുന്നത്. പക്ഷേ നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള കേസുകളിൽ പി എം എഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഉള്ളൂ. സോ നമുക്ക് അത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തുവാണ്? ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സിന് ഇൻറ്റഗ്രേഷൻ എഗെയിൻ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 0 to 7. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഞാൻ നേരത്തെ പോലെ ഫ്രണ്ടിൽ കൊടുത്തു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു -6ന് 7 കൊടുക്കുക, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു -0 ഇ റേസ് ടു 0
ദാറ്റ് ഈസ് മൈനസ് അപ്ലൈ ചെയ്യും, അകത്തോട്ട് കൊടുക്കുമ്പോൾ -e⁻⁻7 മൈനസ് പ്ലസ് ആണ്. e⁻0യുടെ വാല്യൂ എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 1. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 - e⁻7. തൊട്ട് മുന്നത്തെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് ഫ്രണ്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം e⁻5/e⁻7 നമുക്ക് എഴുതിക്കൂടെ അതിന്? ഓക്കെ. ഇനി നമുക്ക് എന്തുവായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Therefore, P of x greater than 5 given P of x less than 7 ആയിരുന്നു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു മുകളിലത്തെ ആൻസർ എന്തുവാണ്? മുകളിലത്ത് നമുക്ക് കിട്ടിയായിരുന്നു e⁻5 e⁻7, താഴത്തത് 1 - e⁻7. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുക. കാൽക്കുലേറ്റർ ചെയ്ത് ലാസ്റ്റ് ആൻസർ നമുക്ക് 0.0058 എന്ന് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ.